ബൽറാം നെടുങ്ങാടി കൂടി ചേരുന്നുണ്ട് ഡൽഹി കേരള ഹൗസിൽ നിന്നും. ബൽറാം, വലിയ പ്രതിഷേധം കേരളത്തിലുണ്ടായിരുന്നു. ഈ നേതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പരസ്യ പ്രകടനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ആസൂത്രിതമാണ്, അല്ലെങ്കിൽ ജനകീയമായി ഉയർന്നു വന്ന പ്രതിഷേധങ്ങളെല്ലാം ആസൂത്രിതമായിട്ടുള്ള ചില നീക്കങ്ങളാണ് എന്നുള്ള തരത്തിലാണ് ഇവിടെ നിന്നുള്ള ചില നേതാക്കൾ ഡൽഹിയിൽ അറിയിച്ചിരിക്കുന്നതെന്ന് അറിയുന്നു. അക്കാര്യത്തിലുള്ള അടക്കമുള്ള ഹൈക്കമാൻഡിന്റെ ഉൾപ്പെടെ നിലപാടുകളൊക്കെ നിലവിൽ എങ്ങനെയാണ്? അമൽ, ദിൽന, ഈ വിഷയത്തിൽ ഹൈക്കമാൻഡ് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കേരളത്തിൽ ഉണ്ടായ തെരഞ്ഞെടുപ്പിന് ശേഷം നേതാക്കൾക്ക് വേണ്ടിയുണ്ടായ അണികളുടെ ഈ പ്രതിഷേധ പ്രകടനങ്ങൾ, ഒപ്പം തന്നെ പോസ്റ്റർ യുദ്ധങ്ങൾ, സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപം അടക്കമുള്ളവ കാണുന്നത്. നേരത്തെ തന്നെ ഈ മൂന്ന് നേതാക്കളെയും ഹൈക്കമാൻഡ് വിളിപ്പിച്ച ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരസ്പരം ധരിപ്പിച്ചതായി ചില സൂചനകളുണ്ട്. ഇതോടൊപ്പം തന്നെ വ്യാപകമായ തോതിലുള്ള ഇമെയിൽ വഴിയും മറ്റുമായി നേതൃത്വത്തിന് ഇത്തരത്തിലുള്ള പരാതികൾ അടക്കമുള്ളവ ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ മൂന്ന് നേതാക്കളോടും തന്നെ അണികളോട് ഇക്കാര്യങ്ങൾ അവസാനിപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചത്. എന്നാൽ അതിനുശേഷവും സമൂഹ മാധ്യമങ്ങളിലൂടെയും രഹസ്യമായുമുള്ള ഇത്തരത്തിലുള്ള ഒരു പ്രചരണം അത് തുടരുകയാണ്. ഇക്കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ തന്നെ ഹൈക്കമാൻഡ് കാണുന്നു. എന്നാൽ ഇതിൻ്റെ ഒരു ഗൗരവ സ്വഭാവം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് എത്രയും വേഗം കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള നടപടികളിലേക്ക് ഹൈക്കമാൻഡ് കടന്നിരിക്കുന്നത്. നേരത്തെ ഈ സാഹചര്യങ്ങൾ അല്പം തണുത്തതിന് ശേഷം പിന്നീട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം, പ്രഖ്യാപനം നടത്താം എന്നുള്ള ഒരു കണക്കുകൂട്ടലിലായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ സമയം ഇനി പാഴാക്കേണ്ടതില്ല, ഉടൻ തന്നെ പ്രഖ്യാപനത്തിലേക്ക് കടക്കാം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഇത്തരത്തിൽ ലുള്ള സമൂഹ മാധ്യമങ്ങളിലും മറ്റുമുള്ള പ്രചരണങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ്. എന്തായാലും ഇന്ന് വൈകിട്ട് ഇന്ന് നേതാക്കളുമായി, മുതിർന്ന നേതാക്കളുമായി പ്രത്യേകം നടത്തിയ ഈ ചർച്ച അത് പൂർത്തിയായ ശേഷം പിന്നീട് ഒരു കൂടിയാലോചന നടത്തും. അതിന് പിന്നാലെ തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രാഥമിക ഘട്ട ചർച്ചകൾ നടത്തിയ ശേഷം സോണിയാഗാന്ധിയുമായി കൂടി കൂടിയാലോചിച്ച ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കടക്കുക. ഇന്ന് വിവിധ നേതാക്കളുമായി നടത്തുന്ന ചർച്ചകളിൽ ഒരു പേരിനപ്പുറത്തേക്കുള്ള വിശദാംശങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. സാഹചര്യങ്ങൾ, സംസ്ഥാനത്തെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധി ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. സോണിയാഗാന്ധിയുമായി കൂടി ആലോചിച്ച ശേഷം ഒരു പ്രഖ്യാപനം ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെയോടെ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. അമൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ നിന്ന് പോയ നേതാക്കൾ ഈ നടക്കുന്ന പ്രകടനങ്ങൾ, ശക്തി പ്രകടനങ്ങൾ, അത് ആസൂത്രിതം എന്ന് പറയുമ്പോൾ, ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കാൻ എന്ന് പറയുമ്പോൾ അതിൽ ചില പക്ഷം അവർ പിടിക്കുന്നുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. ബൽറാമിലേക്ക് ഒരിക്കൽ കൂടിയാണ്. ബൽറാം, ഇന്നിനി ഏറ്റവും പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച, കേരള നേതാക്കളുടെ കൂടിക്കാഴ്ചകൾ കഴിഞ്ഞു. പ്രധാനപ്പെട്ടത് മല്ലികാർജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ളതാണ്. ആ കൂടിക്കാഴ്ചയിൽ ഒരു അന്തിമ തീരുമാനം ഇതിലുണ്ടാകുമോ? അല്ലോ അതിനുശേഷം സോണിയാഗാന്ധി ആരായിരിക്കും ഇതിന് അന്തിമമായ ഒരു പ്രഖ്യാപനത്തിൽ അന്തിമമായ ഒരു തീരുമാനം പറയേണ്ടത്? ഇന്ന് നടക്കാൻ പോകുന്ന കൂടിക്കാഴ്ച എന്നുള്ളത് VM സുധീരൻ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുമായി അല്പസമയത്തിനകം തന്നെ കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷമായിരിക്കും പരസ്പരമുള്ള ചർച്ചകൾ. ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും തമ്മിലുള്ള ചർച്ചകൾ നടക്കുക. ഈ ചർച്ചകളിലൂടെ സാഹചര്യങ്ങൾ ഉൾപ്പെടെ പരിഗണിക്കും. ഇതോടൊപ്പം തന്നെ നേരത്തെ നടത്തിയ ചർച്ചകൾ, കേരളത്തിൽ നിരീക്ഷകർ എത്തി നടത്തിയ ചർച്ചകൾ, ഈ MLA മാരുടെ വോട്ട്, ഇതോടൊപ്പം തന്നെ ഈ മുതിർന്ന നേതാക്കളെ വിളിപ്പിച്ചതിൽ നിന്നും അവർ രേഖപ്പെടുത്തിയ അഭിപ്രായം, ഇതോടൊപ്പം തന്നെ ഹൈക്കമാൻഡിന്റെ നിലപാട്, ഇതുൾപ്പെടെ ചേർത്തുകൊണ്ടായിരിക്കും സംയുക്തമായി ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതായിരിക്കും ഇക്കാര്യത്തിൽ പിന്തുടരാൻ പോകുന്ന രീതി എന്നുള്ളത്. മല്ലികാർജുൻ ഖാർഗെയുടെയും രാഹുൽ ഗാന്ധിയുടെയും നിലപാടുകൾ ഇക്കാര്യത്തിൽ ഏറെ പ്രസക്തമാണ്. ഇതോടൊപ്പം തന്നെ സോണിയാഗാന്ധിയുമായി കൂടി ആശയവിനിമയം നടത്തിയായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. സോണിയാഗാന്ധിയുമായി കൂടിയാലോചന നടത്തുന്ന ഘട്ടത്തിൽ സോണിയാഗാന്ധി സ്വന്തം നിലയ്ക്ക് കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ, സോണിയാഗാന്ധിയുമായി അടുപ്പമുള്ള അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ വിശ്വസ്തരായ നേതാക്കളുമായി കൂടിയാലോചന നടത്തും. അതിനുശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുക എന്നുള്ളതാണ്. എന്തായാലും കേരളത്തിലെ നിലവിലുള്ള സാഹചര്യം അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് കാണുന്നത്. സംസ്ഥാനത്ത് നേടിയ വലിയ വിജയം, അതിൻ്റെ ഒരു മഹിമ അത് കെടുത്തുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായി അണികളുടെ ഭാഗത്തു നിന്നും, പോസ്റ്റർ യുദ്ധങ്ങളുടെ പേരിലും ഒപ്പം തന്നെ പരസ്പരം
അധിക്ഷേപങ്ങളിലേക്ക് ഉൾപ്പെടെ കടക്കുന്ന സാഹചര്യം, പ്രതിഷേധങ്ങൾ ഉൾപ്പെടെയുള്ളവ. ഇതോടൊപ്പം തന്നെ വ്യാപകമായി തന്നെ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് പോലും ഈ ഒരു തീരുമാനം വൈകുന്നതിനെതിരെ അതൃപ്തി ഉയരുന്നുണ്ട്. സംസ്ഥാനത്ത് വലിയ വിജയം നേടിയ ശേഷവും ദിവസങ്ങൾ പിന്നിട്ടോ ആഴ്ചയിലേറെ പിന്നിട്ടിട്ടും ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ പോലും ഹൈക്കമാൻഡിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്ന തരത്തിൽ പൊതുജനങ്ങളിൽ നിന്നും വ്യാപകമായി തന്നെ ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. മാധ്യമങ്ങളിലെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഹൈക്കമാൻഡ് ഗൗരവത്തോടെ കണ്ടുകൊണ്ട് തന്നെയാണ് ഉടൻ ഒരു തീരുമാനത്തിലേക്ക് കടക്കാനുള്ള നടപടികളിലേക്ക് എത്തിയിരിക്കുന്നത്. കേരളത്തിൽ നിയമസഭയുടെ കാലാവധി അവസാനിക്കാൻ ദിവസങ്ങളുണ്ട്, ബാക്കിയുണ്ട് എങ്കിൽ പോലും എത്രയും വേഗം നടപടികളിലേക്ക് കടക്കുക, ഒരു പ്രഖ്യാപനം നടത്തുക, തുടർന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആവശ്യമായ ഇടപെടലുകൾ നടത്തുക. നിലവിൽ ഉണ്ടായ ഈ പ്രതിസന്ധി, പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളുമായി രംഗത്തെത്തിയതിലൂടെ ഉണ്ടായ പ്രതിസന്ധി പരിഹരിക്കാൻ ഒരു പാക്കേജ് അല്ലെങ്കിൽ ആ നേതാക്കളെ തൃപ്തരാക്കുന്ന തരത്തിലുള്ള മറ്റ് പദവികൾ അടക്കമുള്ള കാര്യങ്ങളും നേതൃത്വത്തിന്റെ ആലോചനയിലുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളത്തോടെ തന്നെ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കോൺഗ്രസിന്റെ തീരുമാനം പുറത്തുവരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.